എല്ലാവർക്കും നമസ്കാരം. മലയാള സാഹിത്യം, കവിത, കഥ, ഉപന്യാസം, നോവൽ എന്ന പാഠപുസ്തകത്തിൽ ആദ്യത്തെ കഥയായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം എന്ന കഥയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. മലയാള ചെറുകഥയുടെ രണ്ടാമത്തെ കാലഘട്ടത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ കഥ എഴുതുന്നത്. മലയാള ചെറുകഥയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന 1930 മുതൽ 60 വരെയുള്ള കാലഘട്ടം ബഷീർ, തകഴി, കാരൂർ, ലളിതാംബിക അന്തർജനം, SK പൊറ്റക്കാട്, ഉറൂബ്, K സരസ്വതിയമ്മ, പൊൻകുന്നം വർക്കി, ഇത്തരത്തിൽ മലയാള ചെറുകഥയിൽ ഏറ്റവും മികച്ച സാഹിത്യകാരന്മാർ പ്രവർത്തിച്ചൊരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു കാലഘട്ടത്തിൽ നവോത്ഥാന കാലഘട്ടം എന്ന് പറയാറുണ്ട്. ഈ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് മാനവികത എന്ന് പറയുന്നത്. ആദ്യകാല ചെറുകഥകൾ അപസർപ്പക വിഷയങ്ങളും പ്രണയവും മുതലായ പലതരം വിഷയങ്ങൾ സ്വീകരിച്ച സമയത്ത്, നവോത്ഥാന കാലത്തെത്തിയ സമയത്ത് മാനവികതയിൽ അടിയുറച്ച ആശയ സിദ്ധാന്തങ്ങളാണ് ചെറുകഥയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു 1930 എന്നൊരു കാലഘട്ടം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ശക്തി പ്രാപിച്ചൊരു കാലഘട്ടം കൂടിയായിരുന്നു 1920 എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ സമരവും അതിൻ്റെ ഉജ്ജ്വല സന്ദേശവും ഇന്ത്യയുടെ ഗ്രാമതലങ്ങളിലേക്ക് പടർന്നു കയറിയൊരു കാലഘട്ടമാണ്. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് ആവേശം കൊണ്ട സാഹിത്യകാരന്മാർ തങ്ങളുടെ സർഗശക്തി ദേശീയ വിമോചനത്തിലുള്ള ആയുധമാക്കി മാറ്റിക്കൊണ്ടിരുന്നു. ജനങ്ങളിൽ ആളിക്കത്തി നിന്ന സ്വാതന്ത്ര്യ തീക്ഷ്ണ സാഹിത്യകാരന്മാരെ കർമ്മോത്സുകരാക്കി മാറ്റി. അപ്പോൾ ഇതിന് പ്രേരകമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരവും ഗാന്ധിയൻ സാമൂഹിക വീക്ഷണവും ഒക്കെ രൂപപ്പെട്ടു. സാഹിത്യകാരൻ താൻ ജീവിക്കുന്ന ഒരു കാലത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള ഒരു വസ്തുത ഈ ഒരു കാലഘട്ടത്തിലുണ്ടായി. പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചതും ഈ പറയുന്ന നവോത്ഥാന പരിശ്രമങ്ങൾക്ക് ആക്കം കൂട്ടിയെന്ന് പറയാൻ പറ്റും. ഇവിടെ ധാരാളമായിട്ട് നവോത്ഥാന സംഘടനകൾ രൂപപ്പെട്ടു. അവരുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ സാഹിത്യത്തെയും സ്വാധീനിച്ചു എന്ന് കാണാൻ പറ്റും. അങ്ങനെയാണ് മലയാള ചെറുകഥയിൽ ഈ പറയുന്ന നവോത്ഥാന ചിന്തകൾ കടന്നു വരുന്നത്. ഇപ്പം മാനവികത എന്ന് പറയുന്നത് നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറഞ്ഞു. ഹ്യൂമനിസം എന്നും ഇംഗ്ലീഷിൽ പറയും മാനവികതയ്ക്ക്. മനുഷ്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നാണ് മാനവികതയുടെ ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നവോത്ഥാന പ്രസ്ഥാനത്തിന് മുഴുവൻ അടിത്തറയായിട്ട് വർത്തിക്കുവാൻ മാനവികതയ്ക്ക് സാധിച്ചു. അത് ഈ പറയുന്ന നവോത്ഥാന കാലഘട്ടത്തിലെ കഥാകാരന്മാരുടെ കഥകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രവൃത്തിയുടെയും ചിന്തയുടെയും സങ്കലനം മാനവികതയുടെ പ്രത്യേകതയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ശ്രമകരമായ ചരിത്ര പുനർമൂല്യനിർണ്ണയം മാനവികത സാധ്യമാക്കി നൽകുന്നുണ്ട്. നവോത്ഥാന കാലഘട്ടത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ ഹ്യൂമനിസത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ മനുഷ്യ സമൂഹത്തെ ആധുനിക സമൂഹമായി പരിവർത്തിപ്പിച്ച് സമഗ്രമായി സാംസ്കാരിക പരിഷ്കരണം സാധ്യമാക്കുന്നതിന് ആഹ്വാനം നൽകുന്ന പ്രക്രിയ മാനവികതയുടേതാണ്. മനുഷ്യനെ പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും ഭാഗമായി കാണാനും അവനെ നവോത്ഥാനത്തിലേക്ക് നയിക്കാനും മാനവികതയ്ക്ക് കഴിയുന്നുണ്ട്. മനുഷ്യൻ മനുഷ്യനാണെന്ന ചിന്തയെ ഇത് ഉദ്ഘോഷണം ചെയ്യുന്നുണ്ട്. മനുഷ്യൻ്റെ സമഗ്രവും സമ്പൂർണവുമായിട്ടുള്ളൊരു പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഒരു പദം കൂടിയാണ് മാനവികത എന്ന് പറയുന്നത്. എവിടെ ജീവിച്ചാലും എന്തു തന്നെ ആയാലും മനുഷ്യൻ മനുഷ്യനായി തന്നെ നിലനിൽക്കുന്നു എന്ന സത്യത്തെ വിളിച്ചോതുന്ന ചിന്തിക്കുന്ന മനുഷ്യനിലാണ് മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ ഒരു മാനവികതയിൽ ഊന്നിയാണ് നവോത്ഥാന രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ ഓരോ മനുഷ്യജീവിയുടെയും കഴിവിനനുസരിച്ച് സാധ്യമായ പരമാവധി വികാസം ആവശ്യപ്പെടുന്നതും എല്ലാ മനുഷ്യർക്കും സന്തോഷത്തിൻ്റെ ഉപാധികൾ കൈവശപ്പെടുത്താവുന്നതുമായ ഒരു തത്വശാസ്ത്രമാണ് മാനവികത എന്ന് പറയുന്നത്. അപ്പോൾ മാനവികത ഉയർത്തിപ്പിടിച്ച എഴുത്തുകാരനാണ് ബഷീർ എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിൻ്റെ മഹത്തായ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന സാഹിത്യത്തിന് ബഷീർ രൂപം നൽകിയത് സ്വതസിദ്ധമായിട്ടുള്ള നർമ്മത്തിലൂടെയാണ്. സ്വന്തം ജീവിതാനുഭവങ്ങൾ വിലയിരുത്തി ചിത്രീകരണ വിധേയമാക്കാൻ ബഷീറിന് സാധിച്ചിട്ടുണ്ട്. സ്വസമുദായത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ആവിഷ്കാരം നടത്തുമ്പോൾ മറ്റൊന്നും അദ്ദേഹത്തിന് തടയുന്നില്ല. ഈ പറയുന്ന തകർച്ചകളും ജീർണതകളും ചിത്രീകരിക്കുമ്പോഴും അപ്പോൾ അതിലൂടെ കടന്നു വരുന്ന പരിഷ്കരണമാണ് അദ്ദേഹം കാണുന്നത്.
അപ്പോൾ ബഷീർ എന്ന് പറയുന്നത് ഈ പറയുന്ന കുടുംബപരമായിട്ട് ചെറുപ്പത്തിൽ തന്നെ വീട് വിട്ടു പോകുന്ന ഒരാളാണ് ബഷീർ. ചെറിയ പ്രായത്തിൽ ഗാന്ധിജിയെ പോയി തൊടുന്നതും പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുത്ത് സ്വാതന്ത്ര്യ സമര സേനാനിയെ ജയിലിൽ പോകുന്നതും ആ ജയിലിലെ അനുഭവങ്ങളും ഈ പറയുന്ന പ്രഭുവായ പിതാവിനോട് പിണങ്ങി അദ്ദേഹം വീട് വിട്ടിറങ്ങുകയും ആഫ്രിക്കയിലും ഇന്ത്യയിലെ പല ദേശങ്ങളിലും ഗൾഫ് നഗരങ്ങളിൽ അറബ് നാടുകളിലൊക്കെ ചുറ്റിക്കറങ്ങുകയും പലതരത്തിലുള്ള മനുഷ്യന്മാരെയൊക്കെ കണ്ടുമുട്ടുകയും പലതരത്തിലുള്ള ആളുകളായിട്ട് ഇടപെടുകയും ചെയ്തിട്ട് ലഭിച്ച അനുഭവങ്ങൾ സൂഫിയും ആൺവേശ്യയും ചുവന്ന തെരുവുകളും കള്ളനും കൊള്ളക്കാരും പലതരം മനുഷ്യന്മാരുമായിട്ട് ഇടപഴകിയുള്ള ഒരു ജീവിതം, പലതരം അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളിൽ നിന്നാണ് ബഷീറിൻ്റെ എഴുത്തുകൾ നടക്കുന്നത്. അംബികാസുധൻ മാങ്ങാട് പറയുന്നത് പോലെ ബഷീറിൻ്റെ കാലം സീമാതീതമല്ല, അനന്തമാണ്. സർവ്വവ്യാപിയും നിത്യവസന്തവുമായ കാലത്തിൻ്റെ പാദമുദ്രകൾ ബഷീർ സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ബഷീറിൻ്റെ കാലം എന്ന് പറയുന്നത് ഘടികാരബന്ധിതമല്ല, വൈയക്തികമായ കാലത്തിന്മേലാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം ഇപ്പോഴും ചലിക്കുന്നത്. അത് സമയത്തെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. കാലത്തിൻ്റെ വലിയ അളവുകോലുകളാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൈകളിലെ ഉപകരണങ്ങളിൽ നിന്ന് കഥയും കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഭൂതകാല സംഭവങ്ങളാണ് എപ്പോഴും വർത്തമാനകാല സംഭവങ്ങൾ അടിത്തറയായിട്ട് നിൽക്കുന്നത്. ഭാവി കാലം ശുഭപ്രതീക്ഷയോടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. സ്മരണയ്ക്കായിട്ട് എന്തെങ്കിലും അവശേഷിപ്പിച്ചുകൊണ്ട് കടന്നു പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം മരണത്തെയും മുൻകൂട്ടി കാണുന്നത്. അപ്പോൾ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാലം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിൽ നിറഞ്ഞതാണ്. ഈ പറഞ്ഞ സ്വന്തം സമുദായത്തിനകത്തുള്ള ജീർണതകളെയൊക്കെ രൂക്ഷമായി തന്നെ വിമർശന വിധേയമാക്കിയ ഒരു എഴുത്തുകാരനാണ്. അനുഭവങ്ങളുടെ വൻകരയെന്ന് ഇതൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്. അനുഭവങ്ങളുടെ വൻകരയെന്ന് എം വിജയൻ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ബഷീറിനെയാണ്. ബഷീറിൻ്റെ അനുഭവങ്ങളുടെ വൻകരയെന്ന് വിശേഷിപ്പിച്ചത് എൻ വിജയനാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന വിശേഷണമുള്ള ബഷീറിൻ്റെ ആത്മകഥാംശമുള്ള ഒരു ചെറുകഥയാണ് നമുക്ക് പഠിക്കാനുള്ള ജന്മദിനം എന്ന് പറയുന്നത്. അപ്പോൾ ബഷീറിൻ്റെ ഓരോ കഥ എടുത്ത് പൂവമ്പഴം എടുത്തു കഴിഞ്ഞാലും ജന്മദിനം എടുത്തു കഴിഞ്ഞാലും ഇനി നോവൽ കൃതികൾ എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊക്കെ തന്നെ ഈ പറയുന്ന സ്വ അനുഭവങ്ങളെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന രണ്ട് വികാരങ്ങളാണ്. ഒന്ന് വിശപ്പ് എന്ന് പറയുന്നത്. ബഷീറിൻ്റെ കൃതികളുടെ മുഖ്യമായ രണ്ട് സവിശേഷതകൾ, ഒന്നാണ് വിശപ്പ്, മറ്റൊന്ന് പറയുന്നത് ഉന്മാദമാണ്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഭ്രാന്തുണ്ടായ ഒരു മനുഷ്യനായിരുന്നു. അതിന് ഉന്മാദം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ വിശപ്പും ഉന്മാദവും ബഷീറിൻ സാഹിത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അടിസ്ഥാന ശീലങ്ങളാണെന്ന് കാണാൻ പറ്റും. ബഷീറിൻ്റെ ആ ഒരു വിശപ്പ് എന്നാൽ ഏറ്റവും ശക്തമായൊരു വികാരത്തെ പ്രമേയമാക്കിയിട്ട് ബഷീർ രചിച്ച ഒരു കഥയാണ് ജന്മദിനം എന്ന് പറയുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം ജന്മദിനം എന്ന് പറയുന്ന കഥ. വിശപ്പ് പ്രമേയമാക്കി ധാരാളം കൃതികളുണ്ട്. നമ്മളല്ലേ നാലപ്പാട്ട് നാരായണമേനോൻ വിവർത്തനം ചെയ്തിട്ടുള്ള വിക്ടർ യൂഹയുടെ പാവങ്ങൾ വിശപ്പ് എന്ന് പറയുന്ന വലിയൊരു പ്രമേയത്തെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടായതാണ്. അപ്പോൾ മാനവികതയോടൊപ്പം രാഷ്ട്രീയ ദർശനങ്ങളും ബഷീർ രചനകൾ കാണാൻ പറ്റും. അപ്പോൾ സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങളോടും അസമത്വങ്ങളോടും എതിരെ ശക്തമായിട്ട് പ്രതികരിച്ച നവോത്ഥാന കഥാകാരന്മാരിൽ പ്രധാനമാണ് ബഷീർ. ബഷീറിന് സ്വന്തമായിട്ടൊരു ഭാഷയുണ്ടായിരുന്നു. ബഷീറിന് മലയാള വ്യാകരണം അറിയില്ലെന്ന് പരിഹസിച്ച് നടന്ന ആളുകൾ തന്നെ പിന്നീട് ബഷീറിൻ്റെ പുസ്തകങ്ങൾ വിൽപ്പന നടത്തി ജീവിച്ചൊരു കഥയുണ്ട്. അപ്പം നിലവിലുള്ള എല്ലാത്തരം ഭാഷയുടെ വ്യാകരണ വ്യവസ്ഥകളെയും അതിലംഘിച്ചുകൊണ്ട് പുതിയൊരു വ്യവസ്ഥ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട്, ബഷീറിൻ്റെതായൊരു ഭാഷ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഒരു വ്യാകരണ രീതി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ബഷീറിന് സാധിച്ചിട്ടുണ്ട്. അർത്ഥമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുകയും എന്നാൽ അത്തരം പ്രയോഗങ്ങളിൽ പോലും അർത്ഥം കാണിച്ചു തരാനുള്ള ഒരു ശേഷി അത് ബഷീറിന് മാത്രം ഉണ്ടായതാണ്. വിശപ്പും ദാരിദ്ര്യവും അനുഭവിച്ച ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥയാണ് ബഷീറിൻ്റെ ജന്മദിനം എന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഭീകരമായി അനുഭവിക്കേണ്ടി വന്ന വിശപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണിത്.
അല്ല, ഇന്നും നമ്മുടെ ചുറ്റും ദാരിദ്ര്യവും വിശപ്പും അനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട നിരവധി മനുഷ്യന്മാരെ കാണാൻ സാധിക്കും. അല്ലേ? മധു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ നമുക്ക് ഓർമ്മയുണ്ട്. എന്തുകൊണ്ടാണ് മധുവിനെ തല്ലിക്കൊന്നത്? മധു മോഷണം നടത്തിയെന്ന പേരിൽ മഷുവിനെ തല്ലിക്കൊല്ലുന്ന സമയത്ത് മധുവിൻ്റെ കൈവശം എന്താണ് ഉണ്ടായത്, വയറ്റിലെന്തുണ്ടായതെന്ന് നമുക്കറിയാം. അപ്പം മനുഷ്യനിടെ ഏറ്റവും ശക്തമായിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള വികാരമാണ് വിശപ്പ് എന്ന് പറയുന്നത്. അത് സഹിക്കാൻ വേണ്ടി, അത് നമ്മൾ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സഹിക്കാൻ കഴിയാതെ നാം എന്തു ചെയ്യും? ജീവജാലങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യം ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിൻ്റെയും വിശപ്പിൻ്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള ജന്മദിനം എന്ന് പറയുന്നത്. അപ്പോൾ ആഡംബരത്തിൻ്റെയും ധൂർത്തിൻ്റെയും ഇടയിൽ ജീവിക്കുന്ന ഇന്നത്തെ മനുഷ്യർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കഥയാണിത്. നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്നൊരു കഥകൾ വായിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ വായിക്കാത്തവർ വായിക്കണം. ബിരിയാണി എന്നൊരു കഥ. അതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ഈ ആഡംബര ജീവിതം, എങ്ങനെയാണ് ഭക്ഷണത്തെ പാഴാക്കി കളയുന്നതെന്ന് കാഴ്ച കാണിക്കുന്നുണ്ട്. അതിനകത്ത് വിശപ്പ് കാരണം മരണപ്പെട്ടു പോകുന്ന ബസ്മതി എന്ന് പറയുന്ന തൻ്റെ മകളുടെ കഴുത്തിൽ ചവിട്ടി അവൾ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നൊരു അനുഭവം അതിനകത്തുള്ള കഥാനായകനുണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. അപ്പോൾ ബഷീറിൻ്റെ ഒരു നേരെ അനുഭവമാണ് ജന്മദിനം എന്ന ഈ കഥ. കണ്ണും തലയിൽ ഇരുട്ടിച്ചു പോയി, വല്ലാത്ത വിഷമം, അസ്ഥികൾ വേവുന്നു, ദാഹം, വിശപ്പ്, ആർത്തി, ലോകം വിഴുങ്ങുവാനുള്ള ആർത്തി. വിശപ്പ് എന്ന ദയനീയമായ അവസ്ഥയുടെ ഒരു ഭീകരമുഖം വരച്ചു കാട്ടുന്ന ഒരു കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം സാഹിത്യത്തിൻ്റെ മുഖ്യധാരയ്ക്ക് പുറത്തു നിന്ന വലിയൊരു വിഭാഗം ജനത സാഹിത്യത്തിലേക്ക് കടന്നു വന്നത് ബഷീറിലൂടെയാണ്. അടിസ്ഥാന വർഗ പ്രതിനിധികളുടെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ഇടം കിട്ടിയതും ബഷീറിൻ്റെ കൃതികളിലൂടെയാണ്. ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം കാലത്ത് കേരളത്തിനകത്തും പുറത്തും നടത്തിയ യാത്രകളിൽ നിന്ന് എത്തിപ്പെട്ട ചുറ്റുപാടിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ കഥകളും കഥാപാത്രങ്ങളും കണ്ടെടുക്കപ്പെടുന്നത്. സന്യാസിയായിട്ടും സൂഫി വര്യനായിട്ട് ബഷീർ ജീവിക്കുന്നുണ്ട്. കൈനോട്ടക്കാരനും പാചകക്കാരനും മാജിക്കുകാരൻ്റെ സഹായിയും ഇംഗ്ലീഷ് ട്യൂഷൻ ടീച്ചറും ഗേറ്റ് കീപ്പറും ഹോട്ടൽ ജീവനക്കാരൻ തുടങ്ങി നിരവധി ജോലികൾ അദ്ദേഹം ചെയ്തു. അങ്ങനെ വലിയൊരു ജീവിതാനുഭവത്തിൻ്റെ സമ്പന്നമായ ഒരു ശേഖരത്തോടെയാണ് ബഷീർ എഴുത്തിൽ നിലനിന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കൃതികളുണ്ട്. ആത്മകഥ, ഓർമ്മയുടെ അറകൾ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെന്താണ് നവോത്ഥാനമെന്നും നവോത്ഥാന കാലത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പം നവോത്ഥാന കാലത്തുള്ള എഴുത്തുകാരിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള സ്വരം കേൾപ്പിക്കുകയും ഭാഷയിലും ആവിഷ്കാര രീതിയിലൊക്കെ സ്വന്തമായൊരു പാത വെട്ടി തെളിക്കുകയും ചെയ്തൊരു സാഹിത്യകാരനാണ് ബഷീർ എന്ന് പറയുന്നത്. മിനുക്ക് പണികളോ അതിഭാവുകത്വമോ കലരാത്ത മാനവികതയുടെ ഇന്ധനമായിട്ട് ബഷീറിൻ്റെ കൃതികൾ മാറുന്നുണ്ട്. അപ്പോൾ ആഴവും തെളിച്ചവും മാറിയ അനുഭവ മണ്ഡലമാണ് ബഷീറിനെ അതിന് സജ്ജനാക്കുന്നുള്ളത്. മരുഭൂമികൾ പൂക്കുമോ എന്ന തൻ്റെ കൃതിയിലാണ് ബഷീർ സാഹിത്യത്തെ അനുഭവങ്ങളുടെ വൻകര എന്ന് എം വിജയൻ വിശേഷിപ്പിക്കുന്നത്. അതൊക്കെ ഓർത്തു വെക്കുക. എം വിജയനാണ് മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന് പറയുന്ന നിരൂപണ കൃതി എഴുതിയത്. അതിലാണ് വിജയൻ ബഷീറിൻ്റെ അനുഭവങ്ങളുടെ വൻകര എന്ന് വിശേഷിപ്പിക്കുന്നത്. അനുഭവങ്ങളിൽ രാഷ്ട്രീയം ഉരുക്കിയൊഴിച്ചാണ് ബഷീർ എഴുതുന്നതെന്നാണ് KP അപ്പൻ്റെ പ്രസ്താവന. അത് ഓർത്തു വെക്കുക. അതാരാണ് പറഞ്ഞതെന്ന്. അനുഭവങ്ങളിൽ രാഷ്ട്രീയം ഉരുക്കിയൊഴിച്ചാണ് ബഷീർ എഴുതിയതെന്ന് KP അപ്പൻ്റെ പ്രസ്താവന. അപ്പോൾ മലയാളി വായനക്കാരന് തീർത്തും അപരിചിതമായ അനുഭവത്തിൻ്റെ വൻകരകൾ തന്നെ ബഷീർ തൻ്റെ രചനകളിലൂടെ ആവിഷ്കരിക്കുന്നുണ്ട്. ജീവിതാനുഭവങ്ങളാണ് തൻ്റെ എഴുത്തിന് ആധാരമെന്ന് ബഷീർ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന നവോത്ഥാനത്ത് നിന്ന് പതിയെ സാഹിത്യ അസ്തിത്വ ദുഃഖത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ടൊരു കഥയാണ്. അതായത് ഈ പറയുന്ന രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് രണ്ട് ലോകമഹായുധങ്ങളും ഉണ്ടാക്കിയൊരു വിശ്വാസ തകർച്ചയും ആ വിശ്വാസ തകർച്ചയിൽ നിന്ന് കാമുവും കാഫ്കക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന അസ്തിത്വവാദപരമായിട്ടുള്ള
ദുഃഖം അല്ലെങ്കിൽ അസ്തിത്വവേദ, അത് യൂറോപ്യൻ സാഹിത്യ സംസ്കാരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന മലയാളത്തിൽ ബഷീറിൻ്റെ ജന്മദിനം എന്നൊരു കഥ 1945 പുറത്തു വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ നവോത്ഥാനത്തിൻ്റെ സ്വഭാവത്തോടൊപ്പം തന്നെ വ്യക്തിശൂന്യതയുടെ ഒരു ഭാവതലം കൂടി കാണാൻ പറ്റും. ഈ പറയുന്ന യൂറോപ്യനിൽ ആധുനികത കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ ബഷീറിൻ്റെ ഈ പറയുന്ന കൃതിയിലും ആധുനികതയുടെ സ്ഫുരണങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ബഷീർ കൃത്യതയോടെ ഉന്നയിച്ച അല്ലെങ്കിൽ മറ്റ് സമകാലികരുടെ കേശവദേവും പൊൻകുന്നം വർക്കിയും തകഴി എന്നിവരിൽ നിന്ന് ബഷീറിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം കൃത്യതയോടെ ഉന്നയിച്ചുള്ള ലിംഗ സാംസ്കാരിക അതിർത്തികളെ ഭേദിച്ച സഹവർത്തിത്വത്തിൻ്റെ രാഷ്ട്രീയധാരയാണ്. അത് തീർത്തും പ്രായോഗികമായിട്ടുള്ളൊരു രാഷ്ട്രീയധാരയാണ്. അതിന് കൂട്ടിച്ചേർക്കലുകളില്ല, അതിന് വേരുറപ്പുണ്ട്. സ്വതന്ത്രമായൊരു ചിന്താ പദ്ധതിയെ തന്നെ വികസിപ്പിക്കാനുള്ളൊരു കരുത്തുണ്ട്. ഹാസ്യത്തിൻ്റെ നേർത്ത വിരൽ സ്പർശം അതിനെ ആർദ്രമാക്കുന്നുണ്ട്. അപ്പോൾ ബഷീറിൽ നൈസർഗികമായിട്ട് പരുവപ്പെട്ട സൂഫി മനോഭാവത്തിൻ്റെ മിസ്റ്റിക് തലം അതിനെ ലളിതവൽക്കരിക്കുകയും അതോടൊപ്പം നിഗൂഢമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തൻ്റെ രചനയെ വായനക്കാരൻ്റെ അനുഭവമാക്കി തീർക്കുവാനുള്ള വൈഭവം, ഹാസ്യാത്മകമായിട്ടുള്ള അവതരണം, സ്വതസിദ്ധമായ സംഭാഷണ രീതി എന്നിവയിലൂടെ ജീവിതത്തെ വ്യാഖ്യാനിക്കുവാനും അതിൻ്റെ നിഗൂഢ അറകൾ തുറക്കുവാനുമാണ് ബഷീർ ശ്രമിച്ചിട്ടുള്ളത്. ഒപ്പം ആഢ്യമായിട്ടിരിക്കുന്ന നമ്മുടെ ഒരു അക്കാദമിക് ഭാഷ അല്ലെങ്കിൽ ആഢ്യ ഭാഷ അല്ലെ സാഹിത്യം ഉന്ന ഭാഷയിൽ എഴുതണം എന്ന് പറയുന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയെ ഈ പറയുന്ന ബഷീർ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യതിരിക്ത കഥകളാണ് സാധാരണക്കാരൻ്റെ ഭാഷയിൽ അസാമാന്യമായി രചന നടത്തിയ ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യതിരിക്തതകൾ മറ്റുള്ളവരിൽ നിന്നിൽ ഇത്തരത്തിലുള്ള വ്യതിരിക്തതകളാണ് ബഷീറിനെ ഒരു ജനകീയ എഴുത്തുകാരനാക്കിയതിൽ നിർണായക പങ്കുവഹിച്ച ഘടകങ്ങൾ. ഭാഷയ്ക്കുള്ളിലൊരു ഭാഷ സൃഷ്ടിച്ച് ഭാഷയുടെ വ്യാകരണം തന്നെ തിരുത്തിയിട്ട് അല്ലേ ചെറിയ കുട്ടികൾക്ക് മലയാളിക്ക് എല്ലാവർക്കും ഏത് പ്രായത്തിലുള്ള ആളുകളും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നത് ബഷീറിൻ്റെ ഒരു സാഹിത്യ പ്രത്യേകതയാണ്. LP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും വായിക്കാൻ പറ്റും, വയസ്സായ ആളുകൾക്കും വായിക്കാൻ പറ്റും. ബഷീറിൻ്റെ സാഹിത്യത്തിന് എല്ലാ പ്രായത്തിലുള്ള വായനക്കാരുണ്ടാവും. അപ്പോൾ ഏതൊരു മലയാളി വായനക്കാരനെയും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയൊരു എഴുത്തുകാരനാണ് ബഷീർ എന്ന് പറയുന്നത്. വിഭിന്നമായ മേഖലകളിലുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് രചിച്ചൊരു കഥയാണ്. അപ്പോൾ വിശപ്പ് പ്രമേയമായിട്ട് 2 കഥകൾ ബഷീർ എഴുതിയിട്ടുണ്ട്. ഒന്ന് ജന്മദിനം എന്നൊരു കഥയാണ്, മറ്റൊന്ന് വിശപ്പാണ്. ഈ കഥയുടെ 2ൻ്റെയും പേര് ഓർത്തു വെക്കാം. അപ്പോൾ 1945 ജന്മദിനം എന്ന കഥാസമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച കഥയാണ് ജന്മദിനം എന്ന് പറയുന്നത്. അതേ സമാഹാരത്തിൽ ഐഷുക്കുട്ടി ഒരു ചിത്രത്തിൻ്റെ കഥ മുതലായിട്ടുള്ള ഫ്ലോട്ടിലും ഈ പറയുന്ന കഥയുടെ ഫ്ലോട്ടിലും ക്രാഫ്റ്റിലും രൂപത്തിലും ഭാവത്തിലൊക്കെ പ്രകടമായ പ്രത്യേകതയുള്ള കഥകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഓർക്കുക. ജന്മദിനം എന്ന കഥാസമാഹാരത്തിൽ ഐഷുക്കുട്ടി ഒരു ചിത്രത്തിൻ്റെ കഥ മുതലായ കഥകളുണ്ട്. സുകുമാർ അഴീക്കോട് പറയുന്നത് പോലെ സമാഹാരത്തിലെ പലതിൽ ഒന്നല്ലാത്ത ഏറ്റവും മുന്തിയ കഥ എന്നാണ് ഈ ജന്മദിനത്തെ കുറിച്ച് സുകുമാർ അഴീക്കോട് പറയുന്നത്. സമാഹാരത്തിലെ പലതിൽ ഒന്നല്ലാത്ത ഏറ്റവും മുന്തിയ കഥയാണ് ജന്മദിനം എന്നാണ് പറയുന്നത്. ആ സമാഹാരത്തിനകത്ത് വേറെ കുറേ കഥകളുണ്ട്, എങ്കിലും അത് ആ പറയുന്ന കുറേ കഥകൾ ഒന്നല്ല, മറിച്ച് ഏറ്റവും മുന്തിയ കഥ എന്നാണ് പറയുന്നത്. അപ്പോൾ കയ്യിൽ കാശില്ലാത്ത ഒരു എഴുത്തുകാരൻ തൻ്റെ പിറന്നാൾ ദിനത്തിൽ വിശപ്പകറ്റാനായിട്ട് പ്രയോഗിച്ച ഉപായങ്ങളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ ഒരു അടുക്കളയിൽ കയറി ചോറ് കട്ടുന്നതാണ് കഥയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഇതേപോലെ പ്രമേയമുള്ള മറ്റൊരു കഥ എഴുതിയിട്ടുണ്ട്, കാരൂർ എഴുതിയിട്ടുണ്ട്, പൊതിച്ചോറ് എന്നൊരു കഥ. അതിനകത്ത് അധ്യാപകൻ വിശപ്പ് സഹിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥിയുടെ ചോറ്റുപാത്രത്തിൽ നിന്ന് ചോറ് കട്ടുന്നൊരു കഥയാണ്. അപ്പോൾ ഉത്തമ പുരുഷ ഏകവചനത്തിലെ വിശപ്പെന്ന യാഥാർത്ഥ്യത്തെ ഹൃദയസ്പർശിയായ ജീവിതാനുഭവമാക്കി ചിത്രീകരിക്കുന്ന ഒരു ചെറുകഥയാണ് ജന്മദിനം എന്ന് പറയുന്നത്. വിശപ്പ് വ്യക്തിയുടെ ഒറ്റപ്പെട്ട പ്രശ്നമല്ലെന്നും അക്കാലഘട്ടത്തിലെ മൂർത്തമായ സാമൂഹിക യാഥാർത്ഥ്യമാണെന്നുമുള്ള വസ്തുതയാണ് വിശപ്പ് പ്രമേയമായിട്ടുള്ള ജന്മദിനമടക്കമുള്ള കഥകളിലൂടെ ബഷീർ സമർത്ഥിക്കുന്നതെന്നും കാണാൻ പറ്റും. ജന്മദിനം ദിവസം മുഴുപട്ടിണി കിടക്കേണ്ടി വരികയും രാജ്യദ്രോഹത്തിന് പോലീസ് പിടിച്ചു കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും തിരിച്ച് ലോഡ്ജിലെത്തി പണക്കാരായ മാതാപിതാക്കളുടെ മക്കളെ ആഹ്ലാദിക്കുന്നത് കണ്ട് നെടുവീർപ്പിട്ട് അതിലൊരുത്തൻ്റെ ഭക്ഷണം കട്ട് തിന്നുകയും ചെയ്യുന്ന ഒരാളുടെ കഥയാണിത്. അത് ബഷീറിൻ്റെ കൃതികൾ കൂടി നോക്കിയിട്ട് കഥയിലേക്ക് കടക്കാം.
പ്രേമലേഖനം, ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പാപ്പക്കൊരു ആന ഉണ്ടായിരുന്നു. ബഷീറിൻ്റെ മിക്ക കൃതികളും നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാലും പറയാൻ പറ്റും. ശിങ്കിടി മുക്കൻ, അനർഘ നിമിഷം, വിഡ്ഢികളുടെ സ്വർഗം, പാവപ്പെട്ടവരുടെ വേശ്യ, വിശ്വവിഖ്യാതമായ മൂക്ക്. അപ്പോൾ അതിൽ ഓർത്തു വെക്കേണ്ട ഒരു കൃതി, പിന്നെ ഒരു ഭഗവത്ഗീതയും കുറേ മുലകളും ഉണ്ട്, ഓർമ്മയുടെ അറകളുണ്ട്, ശബ്ദങ്ങളുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പോൾ നമുക്ക് ഈ കഥയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കഥയെ പരിശോധിക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു പ്രഭാതത്തിൽ ആരംഭിച്ചിട്ട് രാത്രിയിൽ അവസാനിക്കുന്ന തികച്ചും ജൈവികമായൊരു സംഘട്ടനത്തെ ആവിഷ്കരിക്കുന്ന ഒരു കഥയാണെന്ന് നമുക്ക് ഒറ്റ കാഴ്ചയിൽ തോന്നും. എന്തുകൊണ്ടെന്നാൽ ഈ വിശപ്പ് എന്ന് പറയുന്ന ജൈവിക ചോദനയിലാണ് ഈ കഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നുള്ളത്. എന്നാൽ കഥയിൽ കടന്നു വരുന്ന ഈ വിശപ്പ് കേവലം ഒരു ഉപാധി മാത്രമാണ്. കാരണം എന്താണ്? വിശപ്പിനെ ഉപയോഗിച്ച് എഴുത്തുകാരൻ്റെ ദാരിദ്ര്യത്തെ കഥ പ്രകടമായിട്ട് അടയാളപ്പെടുത്തുന്നില്ല ജന്മദിനം എന്ന് പറയുന്ന കഥ. മറിച്ച് വിഷയം കഥാകാരൻ പങ്കുവയ്ക്കുന്ന അദൃശ്യമായ വിശപ്പാണ്. അത് ഒരേ സമയം എന്താണ്? കഥാകാരനെ അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഭൗതിക ദാരിദ്ര്യത്തെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും നിലനിൽക്കുന്നത് അതിനെ നിഷേധിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഏകശിലാബന്ധമായൊരു സ്വഭാവമല്ല. ആത്മാവിൻ്റെ സ്വത്വത്തിൻ്റെ വിശപ്പിനെയാണ് അത് അഭിമുഖീകരിക്കുന്നത്. ഭയാനകമായൊരു രൂപകമായിട്ട് വിശപ്പിന് മാറാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് കേവലം നമ്മൾ കാണുന്ന രീതിക്കുള്ള വിശപ്പിനല്ല ചിത്രീകരിക്കുന്നത്, മറിച്ച് അത് ആത്മാവിൻ്റെ സ്വത്വത്തിൻ്റെ ഈ പറയുന്നൊരു വിശപ്പിനെയാണ് അത് സൂചിപ്പിക്കുന്നുള്ളത്. അപ്പോൾ ഇവിടെ വിശപ്പ് എന്ന് പറയുന്നൊരു രൂപകമായിട്ട് മാറുന്നുണ്ട്. കട്ടുതിന്നത് കാരണം വിശപ്പിന് ശമനം കിട്ടിയ എഴുത്തുകാരൻ്റെ സ്തോഭോജനകമായ നാളെയെക്കുറിച്ച് ആശങ്കപ്പെടുവാൻ നമുക്ക് പഴുത് കിട്ടുന്നതിന് കാരണം മറ്റൊന്നുമല്ല. എന്താണ്? വിശപ്പ് അവസാനിച്ചിട്ടില്ല, ഇടവേളകളുടെ നൈരന്ത്യത്തിൽ അത് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള അവസാനമില്ലാത്ത ചോദ്യമായിട്ട് രൂപം മാറുന്നു. അതുവഴി സ്വാഭാവികമായൊരു അന്ത്യം കൈവരിക്കാൻ കഥയ്ക്ക് കഴിയാതെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നേരിട്ടുണ്ടാവുന്ന വയറിലുണ്ടാവുന്ന വിശപ്പിനേക്കാൾ ഉപരി മനസ്സിലുണ്ടാവുന്ന വിശപ്പിനെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. വെല്ലുവിളികളോ ആക്രോശമോ കൂടാതെ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ, വിശപ്പ് എന്ന് പറയുന്ന സാമൂഹിക യാഥാർത്ഥ്യത്തെ അവതരിപ്പിച്ച് അതിൽ സൗമ്യനായിട്ട് വ്യാകുലപ്പെടാൻ വായനക്കാരനെ അനുവദിക്കുന്നതാണ് ഈ ഒരു കഥയുടെ ശൈലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രീതി എന്ന് പറയുന്നത്. വിശപ്പിൻ്റെയോ ദാരിദ്ര്യത്തിൻ്റെയോ പ്രതി നടത്തുന്ന ഉദ്ഘോഷങ്ങളില്ലാതെ വിശപ്പിൻ്റെ അലട്ടലിനെ, ഭീകരതയെ വസ്തുനിഷ്ഠമായിട്ട് സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കഥക്കകത്ത് സാധിക്കുന്നുണ്ട്. എഴുത്തുകാരൻ കടന്നു പോകുന്ന ഭൂരിപക്ഷം മനുഷ്യന്മാരും ആ എഴുത്തുകാരൻ്റെ അകത്തുള്ള വിശപ്പിൻ്റെ വേവിനെ, ചൂടിനെ അറിഞ്ഞവരല്ല, അത് ഉൾക്കൊണ്ടവരല്ല. അതല്ലെങ്കിൽ ഒരു വേള അവരത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരത് വിശ്വസിക്കുമായിരുന്നു എന്ന സംശയം പോലും ഈ കഥ വായിക്കുന്ന വായനക്കാരുണ്ടാവും. കാരണം ബഷീർ നാലാളറിയുന്ന, ഒരുപാട് പേര് അറിയുന്ന എഴുത്തുകാരനായിരിക്കുന്ന കാലഘട്ടത്തിൽ ഉള്ള ഒരു അനുഭവമാണ് പറയുന്നത്. ഈ കഥയിൽ ബഷീറിനോട് ജന്മദിനം ആശംസ അർപ്പിക്കുന്ന മാത്യുവും വിപ്ലവകാരിയായിട്ടുള്ള സുഹൃത്തും ചെരുപ്പ് വിൽക്കാൻ വന്ന കുട്ടിയും അയാളുമായിട്ട് ഇടപെടുന്ന അത്രത്തോളം സ്വാഭാവികമായിട്ടാണ്. ഈ കഥ വായിച്ചവർക്ക് അറിയാതെ, അല്ലെങ്കിൽ കഥ വായിക്കുന്നവർക്ക് അറിയാതെ സ്വാഭാവികമാണ്. അവർക്കൊന്നും ബഷീർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന കഥാപാത്രത്തിന് വിശപ്പുള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഇവരോടൊക്കെ അയാൾ ഇടപെടുന്നത് അത്രയും സ്വാഭാവികമായിട്ടാണ് ഇടപെടുന്നത് കഥാപാത്രം. അതിനുള്ള കാര്യം, ഈ പറയുന്ന ഇവരെ മുമ്പിലൊക്കെ തൻ്റെ വിശപ്പിനെ പ്രതിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അയാൾക്കുള്ളിലെ ആത്മാഭിമാനത്തിൻ്റെ കട്ടി കുറഞ്ഞൊരു മറയാണ്. ഈ മറ, അതായത് ഈ പറയുന്ന ആത്മാഭിമാനം എന്നൊരു മറ കാരണമാണ് അവിടെ അദ്ദേഹം ഈ പറയുന്ന വിശപ്പ് എന്നൊരു അവസ്ഥയെ അദ്ദേഹം പുറത്തേക്ക് കാണിക്കാത്തത്. ശരീരം വിൽക്കാൻ വന്ന പെണ്ണിനോടും ചായ തനിച്ചു വരുത്തിച്ചു കുടിച്ച സുഹൃത്തിനോടും അദ്ദേഹം യഥേഷ്ടം ഈ മറ കാണിക്കുന്നുണ്ട്. വിശപ്പില്ല എന്ന് പറയുന്ന ഒരു മറ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മറയുടെ സുരക്ഷിതമായ ഒരു ഇടത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അയാളിലെ വിശപ്പ് പോലും നിർവീര്യമാകുന്നത്. അപ്പോൾ ആത്മാഭിമാനത്തെക്കാൾ വലുതല്ല ഈ പറയുന്ന വിശപ്പ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ. അപ്പോൾ ഈ പറയുന്ന നമ്മളിൽ പലരും ആത്മഹത്യ ചെയ്യുന്ന ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു ടോക്സിസിറ്റി,
ഉള്ള ആ ഒരു ചിന്തയിലാണ്. അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന എഴുത്തുകാരനാ വളരുന്നത്. അതായത് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തുള്ള എഴുത്തുകാരൻ വളരാനുള്ള കാരണം ഈ പറയുന്ന ആത്മാഭിമാനം ഉണ്ടാക്കുന്ന ടോക്സിസിറ്റിയാണ്. ആ ഒരു ടോക്സിസിറ്റിയിലുള്ള ഒരു മാനസികാവസ്ഥയാണ് അവരെ ആത്മഹത്യ ചെയ്യാൻ പോലും ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും വിശപ്പാണ് ബഷീറിൻ്റെ ഈ കഥയിലെ കഥാനായകനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് തോന്നുമെങ്കിലും അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് താൻ അനാവൃതനായി വെക്കുമെന്നൊരു നാഗരികൻ്റെ കേവലമയമാണ്. അപ്പം നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യന് ഈ നഗരത്തിൽ പട്ടിണി കിടക്കേണ്ടി വരുന്ന സമയത്ത്, നല്ല രീതിക്ക് തൊഴിലെടുക്കാൻ പറ്റാത്ത സമയത്ത് അവിടെ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഇത് കാര്യമായ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ താൻ ഈ മറച്ചു വെച്ച മറ പൊട്ടിക്കഴിഞ്ഞാൽ താൻ ഈ പറയുന്ന അനാവൃതം എല്ലാവരും മുമ്പിൽ നാണം കെട്ട് പോകുമോ എന്നുള്ളൊരു ചിന്തയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ പറയുന്ന ആൾ ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പം ലോകമഹായുധങ്ങളും അതുമൂലമുണ്ടാകുന്ന വിശ്വാസ തകർച്ചകളും ജന്മം നൽകിയിട്ടുള്ള ഒരു അസ്തിത്വവാദ ചിന്തയിൽ നിന്നാണ് ചിന്തകൾ രൂപപ്പെടുന്നത്. ഈ പറയുന്ന 1940-കളിലാണ് ഈ കാഫ്കയും കാമുവും സാർത്തും തുടങ്ങിയ പാശ്ചാത്യ രചയിതാക്കളുടെ കൃതികളിൽ ഇതിൻ്റെ ഒരു സ്വാധീനം കാണാൻ പറ്റും. അപ്പോൾ അവർ ആവിഷ്കരിക്കുന്ന വ്യക്തിശൂന്യത അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെ ഒരു ഭാവതലത്തിൽ എഴുതപ്പെട്ടൊരു കഥയാണ് ഈ പറഞ്ഞ ജന്മദിനം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പുള്ള ഇന്ത്യയുടെ ഒരു സാംസ്കാരിക മുഖമാണ് ജന്മദിനത്തിൽ ആവിഷ്കരിക്കുന്നുള്ളത്. വിശപ്പ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ വ്യവഹരിക്കപ്പെട്ട ഒരു സാമൂഹിക പരിസരത്ത് നിന്നാണ് ജന്മദിനം ഉടലെടുക്കുന്നുള്ളത്. അപ്പം ഇത്തരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ഒരു ജീവിത പ്രതിസന്ധിയെ മനുഷ്യൻ്റെ ദാർശനിക പരിസരവുമായിട്ട് ബഷീർ ചേർത്ത് കെട്ടുന്നത് വളരെ സരളമായിട്ടൊന്ന് കാണാൻ പറ്റും. ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് വളരെ സരളമായിട്ടാണ് ചേർത്ത് കെട്ടുന്നുള്ളത്. അപ്പോൾ എത്രാമത്തെ പിറന്നാളാണ് താൻ ആഘോഷിക്കുന്നത് പോലും തിട്ടമില്ലാത്ത എഴുത്തുകാരൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. കാമുവിൻ്റെ ഔട്ട്സൈഡർ എന്ന പ്രശസ്തമായൊരു നോവലുണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന ബഷീറിൻ്റെ ഈ ഒരു ഉദാഹരണത്തിന് ഓർമ്മിപ്പിക്കുന്നൊരു സന്ദർഭമുണ്ട്. അതായത് ഈ പറയുന്ന ഔട്ട്സൈഡറിൽ ഉള്ള കഥാനായകന് തൻ്റെ അമ്മ മരിച്ച ദിവസം ഏതായിരുന്നു എന്നൊരു സംശയമുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ എത്രാമത്തെ പിറന്നാളാണ് താൻ ആഘോഷിക്കുന്നതെന്നും തിട്ടമില്ലാത്ത എഴുത്തുകാരനെ കാണിക്കുന്നത്. അപ്പോൾ ഭൗതിക യുക്തികൾക്ക് വിലയില്ലാതാകുന്ന സന്ദർഭങ്ങളായാണ് രണ്ടുപേരും അസ്തമിച്ച വേദനകളെ സമീപിക്കുന്നുള്ളത്. ജന്മദിനത്തിലാകട്ടെ വ്യക്തിബോധത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ വിശപ്പ് സഞ്ചരിക്കുന്നു എന്ന് സാന്ദർഭികമായിട്ട് കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഭീമമായിട്ടുള്ള ഒരു അസ്തിത്വ ദുഃഖത്തിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വാതിലായിട്ടാണ് വിശപ്പ് എന്ന ബിംബത്തെ ബഷീർ സ്വീകരിച്ചിട്ടുള്ളത്. വിശപ്പിന് വേണ്ടി മാത്രമാണ് എഴുത്തുകാരൻ വിശന്നിരുന്നതെന്നൊരു ചോദ്യം വായനക്കാരൻ്റെ ഉള്ളിൽ അടിപ്പാകാൻ വേണ്ടിയിട്ടാണ് ജന്മദിനം പരിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ലെ, നമ്മൾ തീർച്ചയായിട്ടും മനുഷ്യന്മാരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എക്കാലത്തും മനുഷ്യ സമൂഹത്തിൻ്റെ എക്കാലത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം തന്നെ വിശപ്പാണ്. അതേ വിശപ്പ് ഈ പറയുന്ന ആധുനികതയുടെ തുടക്കകാലത്തെത്തുമ്പോൾ അസ്തിത്വത്തിൻ്റെ ആധാരമായി കൂടി അത് വ്യവഹരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആശയത്തെ ശക്തമായിട്ട് അടയാളപ്പെടുത്തുന്നു എന്നതാണ് ജന്മദിനം എന്ന് പറയുന്ന ചെറുകഥയിലെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ജന്മദിനത്തിന് അണിയാൻ വേണ്ടിയിട്ട് പ്രത്യേകം കരുതി വെച്ച തൂവെള്ള കതർ വസ്ത്രങ്ങൾ അണിഞ്ഞ് വേവുന്ന ഹൃദയവുമായിട്ട് കത്തിയാളുന്ന വയറുമായിട്ട് കുടുസായ ലോഡ്ജ് മുറിയിലെ ചാരു കസേരയിൽ കഥാനായകൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അയാളെ അലോസരപ്പെടുത്തുന്ന ഒരേ ഒരു വികാരം അവിടെ വിശപ്പ് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ തീവ്രമായ അലട്ടലിൻ്റെ സമയത്താണ് മാത്യു ആശംസിക്കുന്നത്. അതായത് എന്താണ് ആശംസിക്കുന്നത്? ഈ നിലയിലുള്ള ജന്മദിനത്തിൻ്റെ അനേകം പുനരാവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്യു ആശംസിക്കുന്ന സമയത്ത്. അപ്പോൾ അത് അങ്ങനെ ആശംസിക്കുന്ന സമയത്ത് ബഷീർ പറയാണ്, എന്താണ് ഉള്ളിൽ പറയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ അകക്കാവോ ലേശം വേദനിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ഈ സുഹൃത്ത് ആശംസിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കഷ്ടതകളൊന്നും സുഹൃത്തിന് മനസ്സിലാകുന്നില്ല. കാരണം എന്താണ്, ഇയാൾ അഭിമാനം കാരണം ഇതൊന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല. അപ്പോൾ ഒരു ചായക്ക് പോലും വക കണ്ടെത്താനാകാതെ തളർന്ന് കിടക്കുമ്പോൾ
ജോഡിക്ക് 3 അണയുള്ളൂ എന്ന പ്രലോഭനവുമായിട്ട് മെതിയടി വിൽക്കാൻ വന്ന 2 പൈതങ്ങൾ കയറി വരുന്നുണ്ട്. അവിടെ ഒരു ചായ പോലും കുടിക്കാനുള്ള ഭാഗമില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ സമയത്താണ് ജോഡിക്ക് 3 അണയുള്ളൂ എന്ന പ്രലോഭനവുമായിട്ട് 2 ചെരുപ്പും കൊണ്ട്, അല്ല മെതിയടി ചെരുപ്പും കൊണ്ട് 2 കുട്ടികൾ കടന്നു വരുന്നത്. അപ്പോൾ അവരെ നോക്കിയിട്ട് നഗ്നനായി ഞാനും എൻ്റെതാണോ, അതായത് ഈ പറഞ്ഞ ശരീരത്തിൽ നഗ്നനായിട്ടുള്ള ഞാൻ എൻ്റേത് തന്നെയാണോ, കാരണം എനിക്ക് എൻ്റെ മേലെ അവകാശം ഉണ്ടോ എന്നൊരു ചോദ്യം ബഷീർ ഉന്നയിക്കുന്നുള്ളത്, ഒരു ചിന്ത ബഷീറിൽ ഉണ്ടാകുന്നത്. അതാണ് ഈ പറയുന്ന ആധുനികതയിൽ വരുന്ന അസ്തിത്വ വ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആധുനികതയുടെ തുടക്കകാലത്ത് എഴുതിയ കഥയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന നവോത്ഥാന കാലഘട്ടത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ആധുനികതയിലേക്ക് ഈ കഥ കടന്നുപോയി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നഗ്നനായ ഞാൻ എൻ്റേതാണോ എന്ന് ചിന്തിച്ചു പോകുന്ന അസ്തിത്വ വ്യതയിൽ അസ്തിത്വ വ്യതയിലേക്ക് വിശപ്പിനെ ബഷീർ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അസ്തിത്വത്തിൻ്റെ സ്വത്ത് പ്രതിസന്ധിയുടെ ഈ ഒരു അന്തർധാരയാണ് ജന്മദിനത്തെ പൂർണ്ണമാക്കുന്നുള്ളത്. അപ്രതീക്ഷിതമായിട്ട് ഉച്ചയൂണിന് ക്ഷണിച്ച ഹമീദിൻ്റെ വീട്ടിൽ 11:30 മണിക്ക് എത്തുന്ന കഥാനായകൻ മടങ്ങുന്ന സമയത്ത് സ്വത്വാന്വേഷണം നടത്തുകയും തൻ്റെ അസ്തിത്വം തിരിച്ചറിയാൻ കഴിയാതെ പ്രതിസന്ധിയിലാകുന്നു ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വിശപ്പിൻ്റെ ഒരു പതർച്ച, വിശപ്പുണ്ടാക്കുന്ന ഒരു തളർച്ചയും പതർച്ചയും അദ്ദേഹത്തെ എത്തിക്കുന്നത് അസ്തിത്വ ശൂന്യതയിലേക്കാണെന്ന് കാണാൻ പറ്റും. ആ കഥ ഇവിടെ കേവലം മനുഷ്യൻ്റെ നിലവിട്ട് സാമൂഹിക വിധാനങ്ങളിലേക്ക് ഉയരുന്നുണ്ട്. കൊച്ചു കൊച്ചു വാക്യങ്ങളിലൂടെ അനുഭവങ്ങളെ തീവ്രമായി ഇത് ആവിഷ്കരിക്കുന്നുണ്ട്. സംസാര ഭാഷയുടെ സാർവത്രികമായിട്ടുള്ളൊരു ഉപയോഗം ഈ കഥയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ഭാഷാശൈലി പിൻപറ്റുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അവരിലൂടെ രാഷ്ട്രീയവും സാമുദായികവും സന്മാർഗീയവുമായിട്ടുള്ള ആക്ഷേപഹാസ്യം നിർമ്മിക്കാനും കഥാകൃത്തിന് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം വസിക്കാനുള്ള ഇടമല്ലെന്നും മണ്ണിനെയും പാറകളെയും ജലപ്രവാഹങ്ങളെയും മറ്റ് ചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്ന സഹജമായ എല്ലാവർക്കും ഉള്ളതാണെന്നുള്ളൊരു ബോധം ബഷീറിൻ്റെ രചനകളിൽ കാണുന്നുണ്ട് പൊതുവായിട്ട്. അതേ ബോധം നമുക്ക് ഇതിനകത്തും കാണാൻ പറ്റും. ജന്മദിനത്തിനകത്ത് ഈ ഒരു ദാർശനിക ബോധം കാണാം. ഒരു പാരിസ്ഥിതിക അല്ലെങ്കിൽ എല്ലാവരും ഒന്നാണെന്നുള്ള, എല്ലാവർക്കും ഒരേപോലെ അവകാശമുണ്ട് ഭൂമിയിൽ എന്ന് പറയുന്ന ഒരു ചിന്ത ഈ ഒരു കൃതിക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശങ്ങൾ എന്ന കൃതിയിൽ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഈ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ഒരു നഗരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, വളരെ ആകാശചുംബരികളായ കൂറ്റമണി മേടകൾ നിറഞ്ഞ ഒരു മഹാനഗരത്തിൽ അതിന് നടുക്ക് ശിരസ് ഉയർത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇരുമ്പ് ചങ്ങലകളാൽ അയാളെ വരിഞ്ഞു മുറുക്കി ഭൂമിയോട് ചേർത്ത് വച്ചിരിക്കുകയാണ്. എങ്കിലും അയാളുടെ നോട്ടം എന്ന് പറയുന്നത് ബന്ധനത്തിലോ അല്ലെങ്കിൽ അഥവാ ഭൂമിയിലോ അല്ല, വിദൂരതയിൽ ഉയരെ സൗരയൂഥങ്ങൾക്ക് അപ്പുറത്ത് അന്തമില്ലാത്ത ദൂരത്തിൽ കതിരുകൾ ചെതറുന്ന ഒരു മഹാതേജ പുഞ്ചത്തിൽ എന്ന് എഴുത്തുകാരൻ കുറിക്കുന്ന ഈ ഒരു ബോധത്തിലാണ്. അവിടെ ഈ പറയുന്ന പാരിസ്ഥിതിക ദർശനം കൂടി അവിടെ കടന്നു വരുന്നുണ്ട്. മറ്റൊന്ന് ബഷീറിൻ്റെ രചനകളിൽ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഓർമ്മയെ അവതരിപ്പിക്കുന്ന രീതിയാണ്. ഓർമ്മയനുഭവങ്ങൾ കഥ എന്ന മാധ്യമത്തിൽ ആഖ്യാന തന്ത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു രീതി ജന്മദിനം എന്ന കഥയിൽ നമുക്ക് കാണാൻ പറ്റും. ആത്മഭാഷണത്തിലൂടെ ഗൗരവമേറിയ ആശയങ്ങൾ നിരന്തര സമൂഹവുമായിട്ട് പങ്കുവച്ചാണ് ഓർമ്മയെ അദ്ദേഹം സമാഹരിക്കുന്നത്. അപ്പോൾ ഓർമ്മകളുടെ സംഭരണിയായിട്ടാണ് ബഷീർ ഭൂതകാലത്തെ പോലും വിലയിരുത്തുന്നത് കാണാൻ പറ്റും. വിശപ്പെന്ന് പറയുന്ന സാർവലൗകികമായൊരു വികാരത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ കൂടി ജന്മദിനത്തിൻ്റെ ഉള്ളടക്കത്തിൽ അസ്തിത്വ പ്രതിസന്ധികളുടെയും മനുഷ്യൻ അനുഭവിക്കുന്ന സകല ദാർശനിക വ്യതകളുടെയും ചുരുണ്ട് വിശപ്പ് മുഖാന്തരമുണ്ടാകുന്ന വ്യതിരിക്തമായിട്ടുള്ളൊരു ഉദാസീനതയിലേക്ക് അല്ലെങ്കിൽ ഉദാത്തതയിലേക്ക് അതിന് മനുഷ്യനെ ആയാസരഹിതമായി നയിക്കാൻ കഴിയാത്തതുമാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ജന്മദിനം എന്ന് പറയുന്ന ഒരു കഥയിൽ വിശപ്പ് എന്ന് പറയുന്ന ഒരു സാർവലൗകികമായിട്ടുള്ള എല്ലാവരും നേടുന്നൊരു വികാരത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളടക്കത്തിൽ അസ്തിത്വ പ്രതിസന്ധിയുടെയും മനുഷ്യൻ അനുഭവിക്കുന്ന സകല ദാർശനിക വ്യതകളുടെയും ചൂര് നമുക്ക് കാണാൻ പറ്റും. വിശപ്പ് മുഖാന്തരമുണ്ടാകുന്ന വ്യതിരിക്തമായ ഉദാത്തതയിലേക്ക് അതിന് മനുഷ്യനെ ആയാസരഹിതമായിട്ട് നയിക്കാൻ
കഴിയുന്നത് അതുകൊണ്ടാണ്. ഇത്തരത്തിൽ ഈ പറയുന്ന കയ്യിൽ കാശില്ലാത്തൊരു എഴുത്തുകാരൻ തൻ്റെ പിറന്നാൾ ദിനത്തിൽ വിശപ്പകറ്റാൻ പ്രയോഗിച്ച ഉപായങ്ങളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ ഒരു അടുക്കളയിൽ കയറി ചോറ് കട്ട് തിന്നുകയും ആ ഒരു ചോറ് കട്ട് തിന്നതിന് ശേഷം തൻ്റെ ഒരു സുഹൃത്ത് വന്ന് ആശംസിക്കുകയാണ്, ഇതുപോലുള്ള പിറന്നാൾ ദിനങ്ങൾ ഇനി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ വ്യക്തിബോധത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ വിശപ്പ് സഞ്ചരിക്കുന്നത് ഈ കഥക്കകത്ത് കാണാൻ പറ്റും. അസ്തിത്വ ദുഃഖത്തിൻ്റെ ഭാഗമായിട്ട് വിശപ്പെന്ന ബിംബത്തെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരു കഥയാണിത്. അസ്തിത്വവേദയും വ്യക്തിശൂന്യതയും ഈ കഥയിലേക്ക് ദർശിക്കാൻ സാധിക്കും. മനുഷ്യ സമൂഹത്തിൻ്റെ എക്കാലത്തെയും അടിസ്ഥാന പ്രശ്നം വിശപ്പാണെന്നും ആ വിശപ്പെന്ന സാർവലൗകിക വികാരത്തെ കഥ പ്രതിനിധീകരിക്കുന്നെങ്കിൽ കൂടിയും മറ്റ് ദാർശനികതയിലേക്കും കഥ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇവിടെ ബഷീർ അസ്തിത്വ ദുഃഖങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വാതിലായിട്ട് ബഷീർ സ്വീകരിക്കുന്ന ബിംബമായിട്ടാണ് വിശപ്പിനെ പ്രതിനിധാനം ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും കഥ വായിക്കുക, കഥ വായിച്ചതിന് ശേഷം ക്ലാസ് കേൾക്കുക. അതിനകത്തുള്ള വൺ വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ വായിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനകത്തുള്ള എല്ലാ നമ്മൾ പറഞ്ഞ പാഠങ്ങളും അതുപോലെ വളരെ പ്രധാനപ്പെട്ടാണ് ഇതിനകത്തുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ. അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി നമ്മൾ ക്രാഷ് കോഴ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ ചോദ്യങ്ങളും പ്രത്യേകം എടുത്തു പറയുന്നതായിരിക്കും. ഓക്കെ.